ഈ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഓപ്പറേഷനുകളെ പറ്റിയാണ്. വെൻ വി സേ ഇൻപുട്ട് ഇറ്റ് മീൻസ് ടു ഫീഡ് സം ഡേറ്റ ഇൻ ടു പ്രോഗ്രാം. ഒരു പ്രോഗ്രാമിലേക്ക് ഡേറ്റാസിനെ നമ്മൾ എടുക്കുന്നതിനാണ് നമ്മൾ ഇൻപുട്ട് എന്ന് പറയുന്നത്. ആൻഡ് ഇൻപുട്ട് ക്യാൻ ബി ഗിവൺ ഇൻ ദ ഫോം ഓഫ് എ ഫയൽ ഓർ ഫ്രം എ കമാൻഡ് ലൈൻ. അപ്പോൾ ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത് ഒരു ഫയലിൻ്റെ ഫോമിൽ അല്ലെങ്കിൽ ഒരു കമാൻഡ് ലൈനിൻ്റെ രൂപത്തിലായിരിക്കും. സി പ്രോഗ്രാമിംഗ് പ്രൊവൈഡ്സ് എ സെറ്റ് ഓഫ് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ടു റീഡ് ദ ഗിവൺ ഇൻപുട്ട് ആൻഡ് ഫീഡ് ഇറ്റ് ടു ദ പ്രോഗ്രാം ആസ് പെർ റിക്വയർമെൻറ്റ്. അപ്പോൾ സി പ്രോഗ്രാമിങ്ങിനകത്ത് കുറേ ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ഉണ്ട്. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇൻപുട്ടുകൾ റീഡ് ചെയ്യാനും അതുപോലെ തന്നെ ഈ പ്രോഗ്രാംസിനകത്തോട്ട് അത് ഫീഡ് ചെയ്യാനും കുറേ ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. വെൻ വി സേ ഔട്ട്പുട്ട് ഇറ്റ് മീൻസ് ടു ഡിസ്പ്ലേ സം ഡേറ്റ ഓൺ സ്ക്രീൻ. അപ്പം ഔട്ട്പുട്ട് എന്ന് പറയുവാണെങ്കിൽ സ്ക്രീനിലേക്ക് സം ഡേറ്റാസിനെ ഡിസ്പ്ലേ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. C programming involves a set of built-in functions to output the data on the screen as well as save it into ടെക്സ്റ്റ് ഓർ ബൈനറി ഫയൽസ്. അപ്പം സി പ്രോഗ്രാമിങ് കുറേ ബിൽറ്റ് ഇൻ ഫങ്ഷൻസിനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തിനാ? കമ്പ്യൂട്ടർ സ്ക്രീനിലേക്ക് ഡേറ്റ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി. എന്നിട്ടെന്താ, ഈ സേവ് ചെയ്യുന്ന ഈ ഡിസ്പ്ലേ ചെയ്യുന്ന ഡേറ്റാസിനെ ടെക്സ്റ്റ് അല്ലെങ്കിൽ ബൈനറി ഫയൽസിൻ്റെ രൂപത്തിൽ സേവ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി നമ്മൾ അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ഫയൽസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ദ സ്റ്റാൻഡേർഡ് ഫയൽസ്. സി പ്രോഗ്രാമിംഗ് ട്രീറ്റ്സ് ഓൾ ദ ഡിവൈസസ് ആസ് ഫയൽസ്. അപ്പം സി പ്രോഗ്രാമിംഗ് എല്ലാ ഡിവൈസസിനെ ഫയൽസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. സോ ഡിവൈസസ് സച്ച് എസ് ദ ഡിസ്പ്ലേ are addressed in the same way. The files are the following 3 files are automatically open the program execute to provide access to keyboard and screen. അപ്പം നമ്മൾ കീബോർഡിലേക്ക് ഏതെങ്കിലും വാല്യൂ എടുക്കണമെങ്കിലോ അല്ലെങ്കിൽ സ്ക്രീനിലേക്ക് ഡിസ്പ്ലേ ചെയ്യണമെങ്കിലോ സാധാരണയായിട്ട് 3 ഫയൽസാണ് സി പ്രോഗ്രാമിങ്ങിനകത്ത് ഓപ്പൺ ആയിട്ട് നിൽക്കുന്നത്. അതാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇവിടെ സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഫയൽസിനെ STDIN എന്ന് പറയുന്ന ഫയൽ പോയിൻ്റർ യൂസ് ചെയ്ത് പോയിൻ്റ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ കീബോർഡിൽ നിന്ന് വാല്യൂസ് റീഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ് STDIN എന്ന് പറയുന്ന ഫയൽ പോയിൻ്റർ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടിന് വേണ്ടിയുള്ള STDOut ഫയൽസ് ഉണ്ട്. അത് നമ്മൾ സ്ക്രീനിലേക്ക് ഡേറ്റയെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് STDER എന്ന് പറയുന്ന ഫയൽ പോയിൻ്റർ അത് നമ്മുടെ സ്ക്രീനിലേക്ക് എററിനെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയാണ് സാധാരണ അത് യൂസ് ചെയ്യുന്നത്. ദീസ് പോയിൻറ്റേഴ്സ് ആർ ദ മീൻസ് ടു ആക്സസ് ഫയൽ ഓർ റീഡിങ് ആൻഡ് റൈറ്റിംഗ് പ്രോസസ്സ്. ഇപ്പോൾ നമ്മുടെ ഫയൽസിനെ റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പോയിൻറ്റേഴ്സാണ് നമ്മൾ STDIN, STDOut, STDER എന്നൊക്കെ പറഞ്ഞ് കണ്ടത്. This section explains how to read values from the screen and how to print the result on the screen. അപ്പം ഈ സെക്ഷൻ പറയുന്നത് എങ്ങനെയാണ് ഒരു സ്ക്രീനിലേക്ക് വാല്യൂസിനെ എടുക്കുന്നത്, അതുപോലെ തന്നെ റിസൾട്ട് എങ്ങനെയാണ് സ്ക്രീൻ പ്രിൻ്റ് ചെയ്യുന്നത് എന്നാണ് ഇതിനകത്ത് കണ്ടത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു STDIN എന്ന് പറയുമ്പോൾ കീബോർഡിൽ നിന്ന് വാല്യൂസ് എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഫയൽ പോയിൻ്റർ. STDOut എന്ന് പറയുമ്പോൾ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഫയൽ പോയിൻ്റർ. അതുപോലെ തന്നെ STDER നമ്മുടെ സ്ക്രീനിലേക്ക് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് STDER. നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് STDIN-ഉം STDOut ഫയൽ പോയിൻറ്റേഴ്സുമാണ് കോമൺലി യൂസ് ചെയ്യുന്നത്. ഇനി ദ ഗെറ്റ് ക്യാർ പുട്ട് ക്യാർ ഫങ്ഷൻസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. ദ int get char void function reads the next available character from the screen and returns it as an integer. അപ്പം get char void function എന്ന് പറയുമ്പോൾ അടുത്ത ഏത് ഫങ്ഷനാണോ വേണ്ടത് അതിനെ റീഡ് ചെയ്യാൻ വേണ്ടിയാണ് ഗെറ്റ് ക്യാർ ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നത്. എന്നിട്ടെന്താ, അത് ഇൻറ്റിജറായിട്ട് റിട്ടേൺ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ദിസ് ഫങ്ഷൻ റീഡ്സ് ഓൺലി സിംഗിൾ ക്യാരക്ടർ അറ്റ് എ ടൈം. അപ്പോൾ ഈ ഫങ്ഷന് ഒരു ക്യാരക്ടർ അറ്റ് എ ടൈമിൽ ഒരു ക്യാരക്ടർ മാത്രമേ റീഡ് ചെയ്യുന്നുള്ളൂ. യു ക്യാൻ യൂസ് ദിസ് മെത്തേഡ് ഇൻ ദ ലൂപ്പ് ഇൻ ദ കേസ് യു വാണ്ട് ടു റീഡ് മോർ ദാൻ 1 ക്യാരക്ടർ ഫ്രം ദ സ്ക്രീൻ. ഇപ്പം നമ്മൾ ഈ ഗെറ്റ് ക്യാർ എന്ന് പറയുന്നത് ഒരു ക്യാരക്ടർ അറ്റ് എ ടൈമിൽ
എടുക്കുന്നതിന് വേണ്ടിയാണ് ഗെറ്റ് ക്യാർ ഫംഗ്ഷന് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് പുട്ട് ക്യാർ. ഇപ്പം നമ്മൾ വാല്യൂസ് റീഡ് ചെയ്തതുള്ളല്ലേ, അത് പ്രിൻറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ പുട്ട് ക്യാർ ഫംഗ്ഷന് യൂസ് ചെയ്യുന്നത്. ദ ഇൻറ്റ് പുട്ട് ക്യാർ ഫംഗ്ഷൻസ് പുട്സ് ദ പാസ്ഡ് ക്യാരക്ടർ ഓൺ ദ സ്ക്രീൻ ആൻഡ് റിട്ടേൺ ദ സെയിം ക്യാരക്ടർ. അപ്പം നമ്മൾ എടുക്കുന്ന ഗെറ്റ് ക്യാർ വഴി എടുക്കുന്ന ക്യാരക്ടറിനെ പുട്ട് ചെയ്യാൻ, സ്ക്രീനിലേക്ക് പാസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പുട്ട് ക്യാർ ഫംഗ്ഷന് യൂസ് ചെയ്യുന്നത്. ദിസ് ഫങ്ഷൻസ് പുട്ട് ഓൺലി സിംഗിൾ ക്യാരക്ടർ അറ്റ് എ ടൈം. നമ്മൾ ഗെറ്റ് ക്യാറിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഒരു ടൈമിൽ ഒരു ക്യാരക്ടറിനെ മാത്രമേ ഈ ഫങ്ഷൻ യൂസ് ചെയ്ത് പുട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. യു ക്യാൻ യൂസ് ദിസ് മെത്തേഡ് ഇൻ ദ ലൂപ്പ് ഇൻ കേസ് ഓഫ് യു വാണ്ട് ടു ഡിസ്പ്ലേ മോർ ദാൻ വൺ ക്യാരക്ടർ ഓൺ ദ സ്ക്രീൻ. അപ്പം നമ്മൾ ഒന്നിൽ കൂടുതൽ ക്യാരക്ടർ ഉള്ള കേസിൽ ഒരു ക്യാരക്ടറിനെ മാത്രം പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പുട്ട് ക്യാർ ഫംഗ്ഷനെ യൂസ് ചെയ്യുന്നത്. ഇവിടെ അതിന് എക്സാമ്പിൾ തന്നിട്ടുണ്ട്, അത് ഏതാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ കൊടുത്തേക്കുന്ന എക്സാമ്പിളിനകത്ത് സി എന്ന് പറയുന്ന അതിലേക്ക് ഗെറ്റ് ക്യാരക്ടർ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പുട്ട് ക്യാർ സി എന്ന് പറയുമ്പം നമ്മളിപ്പം കീബോർഡിൽ നിന്ന് എൻ്റർ ചെയ്യുന്ന വാല്യൂസിനെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി പുട്ട് ക്യാർ ഫംഗ്ഷന് യൂസ് ചെയ്യുന്നുണ്ട്. When the above code is compiled and executed, it waits for you to input some text. അപ്പം ഈ കോഡ് അല്ലെങ്കിൽ ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്തിൽ എന്തെങ്കിലും നമ്മൾ ടെക്സ്റ്റ് ഇൻപുട്ട് ചെയ്യാൻ വേണ്ടി കമ്പൈലർ വെയിറ്റ് ചെയ്യും. When you enter a text and press enter, then the program proceeds to read only a single character and display it as follows. അപ്പം നമ്മൾ എന്തെങ്കിലും ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ ചെയ്യുന്ന സമയത്ത് ഒരു സിംഗിൾ വാല്യൂസിനെ മാത്രം റീഡ് ചെയ്തിട്ട് ഒരു സിംഗിൾ ഡേറ്റയെ മാത്രമേ ഈ പുട്ട് ക്യാറിനകത്ത് പ്രിൻറ്റ് ചെയ്ത് തരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. നമ്മൾ ദിസ് ഈസ് ടെസ്റ്റ് എന്ന് പറയുന്നൊരു സെൻറ്റൻസ് അടിച്ചു കൊടുത്താലും നമുക്ക് ഒരു ക്യാരക്ടർ മാത്രമേ പ്രിൻറ്റ് ചെയ്ത് കിട്ടുന്നുള്ളൂ. അത് നമ്മൾ ഗെറ്റ് ക്യാരും പുട്ട് ക്യാർ ഫംഗ്ഷനും യൂസ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ. ഇനി നമുക്ക് ഗെറ്റ്സ് പുട്ട് ഫങ്ഷൻസ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. ദ ക്യാരക്ടർ സ്റ്റാർ ഗെറ്റ്സ് ക്യാരക്ടർ സ്റ്റാർ എസ് ഫങ്ഷൻ റീഡ്സ് എ ലൈൻ ഫ്രം stdin into the buffer point by s until terminating a new line of end of file. The puts constant character function writes s and a trailing new line into std out. അപ്പം ഗെറ്റ്സും പുട്ട്സും ഫങ്ഷൻ നമ്മൾ ഗെറ്റ് ക്യാറും പുട്ട് ക്യാറും പറഞ്ഞായിരുന്നു ഒരു സിംഗിൾ ക്യാരക്ടറിനെ അലോ ചെയ്യുന്നുള്ളെന്ന്. പക്ഷേ ഗെറ്റും പുട്ട്സ് ഫങ്ഷനും യൂസ് ചെയ്യുന്നത് ഒരു മൾട്ടിപ്പിൾ ക്യാരക്ടറിനെ അലോ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സാധാരണ ഗെറ്റ് അല്ലെങ്കിൽ പുട്ട് ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ക്യാരക്ടർ എസ് എന്ന് പറയുന്നത് കൊടുക്കുമ്പോൾ നമ്മൾ കൊടുത്തേക്കുന്ന ക്യാരക്ടറിൻ്റെ അവിടെ ഏറ്റവും ലാസ്റ്റ് ഒരു /0 അല്ലെങ്കിൽ ടെർമിനേറ്റിംഗ് ലൈന് ഓട്ടോമാറ്റിക്കലി കമ്പൈലർ കൊടുക്കുന്നുണ്ട് ഗെറ്റ്സ് ഫങ്ഷൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഫസ്റ്റ് നമ്മൾ കണ്ടായിരുന്നു ഗെറ്റ് ക്യാർ എന്ന് പറയുന്ന ഫങ്ഷൻ യൂസ് ചെയ്താൽ സിംഗിൾ ക്യാരക്ടറെ പ്രിൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളെങ്കിൽ നമ്മൾ ഗെറ്റ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലൈൻ മുഴുവനും പ്രിൻറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഗെറ്റ്സ് അല്ലെങ്കിൽ പുട്ട്സ് ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഗെറ്റ്സ് അല്ലെങ്കിൽ പുട്ട്സ് ഫങ്ഷൻസിന് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഗെറ്റ്സ് എന്ന് പറയുന്നതിനകത്ത് when the above code is compiled and executed, it waits for you to input some text. അപ്പം നമ്മൾ ഈ കോഡ് കമ്പൈൽ ചെയ്യുക അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴത്തേനും ഒരു സം ടെക്സ്റ്റിനെ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടി കമ്പൈലർ നോക്കിയിരിക്കും. when you enter a text and press enter, then the program proceeds and reads the complete line till end and display it as follows. അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് റൈറ്റ് ചെയ്തിട്ട് എഴുതി കഴിഞ്ഞ് കീബോർഡിൽ നിന്ന് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ ചെയ്യുവാണെങ്കിൽ നമ്മുടെ കമ്പൈലർ ഒരു എൻഡ് ലൈന് കൊടുത്ത് ഇത് ഡിസ്പ്ലേ ചെയ്യും. ഇപ്പം നമ്മൾ എൻ്റർ ചെയ്യുന്ന വാല്യൂ ദിസ് ഈസ് എ ടെസ്റ്റ് ആണെന്നാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നതും ദിസ് ഈസ് ടെസ്റ്റ് എന്നായിരുന്നു. അപ്പം നമ്മൾ ഗെറ്റ്സും ഗെറ്റ് ക്യാരും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ കണ്ടു. ഗെറ്റ് ക്യാർ എന്ന് പറയുമ്പം ഉള്ളി സിംഗിൾ ക്യാരക്ടറിനെ മാത്രമേ അലോ ചെയ്യുന്നുള്ളെങ്കിൽ ഗെറ്റ്സ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ക്യാരക്ടേഴ്സിനെ ഒരു ലൈനെ തന്നെ അലോ ചെയ്യുന്നുണ്ട്.
നമ്മൾ പ്രോഗ്രാം എഴുതുമ്പം പ്രിൻ്റ്-എഫ്, സ്കാൻ-എഫ് എന്ന് പറയുന്ന 2 ഫങ്ഷനിനകത്താണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ എഴുതി കൊടുക്കുന്നത്. അപ്പം ഈ പ്രിൻ്റ്-എഫ്, സ്കാൻ-എഫ് അത് എന്താണെന്ന് നമുക്ക് നോക്കാം. ദ സ്കാൻ-എഫ് കോൺസ്റ്റൻറ്റ് ക്യാരക്ടർ സ്റ്റാർ ഫോർമാറ്റ് ഫങ്ഷൻ റീഡ്സ് ദി ഇൻപുട്ട് ഫ്രം ദി സ്റ്റാൻഡേർഡ് ഇൻപുട്ട് സ്ട്രീം stdi ആൻഡ് സ്കാൻസ് ദി ഇൻപുട്ട് അക്കോർഡിംഗ് ടു ഫോർമാറ്റ് പ്രൊവൈഡഡ്. അപ്പോൾ സ്കാൻ-എഫ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഫയൽസ് ആയ stdiയിൽ നിന്ന് വാല്യൂസിനെ എടുത്ത് നമുക്ക് ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സ്കാൻ-എഫ് ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്രിൻ്റ്-എഫ് എന്ന് പറയുന്നത് ഔട്ട്പുട്ടിനെ നമ്മുടെ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്രിൻ്റ്-എഫ് ഫങ്ഷൻ യൂസ് ചെയ്യുന്നത്. പ്രിൻ്റ്-എഫ് ഫങ്ഷൻ റൈറ്റ്സ് ദ ഔട്ട്പുട്ട് ടു ദി സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് സ്ട്രീം std out ആൻഡ് പ്രൊസീഡ്സ് ദ ഔട്ട്പുട്ട് അക്കോർഡിംഗ് ടു ദി ഫോർമാറ്റ് പ്രൊവൈഡഡ്. അപ്പം ഔട്ട്പുട്ട് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഫയലിൽ നിന്ന് എടുത്തിട്ട് ഔട്ട്പുട്ട് നമ്മൾ കൊടുത്തേക്കുന്ന ഫോർമാറ്റിൽ ഔട്ട്പുട്ടിനെ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ std ഔട്ട് ഫയൽസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് %s, %d, %c, %f ഇതൊക്കെ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ %s സ്ട്രിങ്ങിനെ റീഡ് ചെയ്യാനും അതുപോലെ തന്നെ %d എന്ന് പറയുന്നത് ഇൻറ്റിജർ ക്യാരക്ടറിനെ റീഡ് ചെയ്യാനും %c എന്ന് പറയുന്നത് ക്യാരക്ടർ അല്ലെങ്കിൽ ക്യാരക്ടറിനെ പ്രിൻറ്റ് ചെയ്യാനും %f എന്ന് പറയുന്നത് ഫ്ലോട്ടിനെ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ %d ഒക്കെ കണ്ടായിരുന്നു. അപ്പോൾ ഈ %d എന്ന് പറയുന്നത് എന്താ, ഇൻറ്റിജറിനെ എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ %d യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പ്രിൻ്റ്-എഫിനകത്ത് എപ്പോഴും %d എന്നൊക്കെ വെച്ചായിരുന്നു. അതൊക്കെ നമുക്ക് എന്തിനാ, ഇൻറ്റിജർ ക്യാരക്ടേഴ്സിനെ റീഡ് ചെയ്യാൻ വേണ്ടിയാണ് എടുക്കുന്നത്. നമ്മൾ പറഞ്ഞായിരുന്നു stdi എന്ന് പറയുന്ന ഫയൽ പോയിൻ്റർ, അതിനകത്താണ് ഈ പ്രിൻ്റ്-എഫ് പ്രിൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷന്. അതുപോലെ തന്നെ സ്കാൻ-എഫ് എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കുന്ന വാല്യൂസിനെ എൻ്റർ ചെയ്യാനുള്ള ഫയൽസൊക്കെ കിടക്കുന്നത് ഈ std ഔട്ട് ഫയൽസിലാണ്. ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. സ്കാൻ-എഫ് അല്ലെങ്കിൽ പ്രിൻ്റ്-എഫ് യൂസ് ചെയ്ത് എങ്ങനെയാണ് ഒരു പ്രോഗ്രാം പെർഫോം ചെയ്യുന്നത്. പ്രിൻ്റ്-എഫിനകത്ത് എന്തിനാ നമ്മൾ കൊടുക്കുകയാണ്, പ്രിൻ്റ്-എഫിനകത്ത് എൻ്റർ വാല്യൂ കൊടുക്കുകയാണ്. സ്കാൻ-എഫിനകത്ത് എന്താ, ആ വാല്യൂസിനെ നമ്മൾ റീഡ് ചെയ്യുന്നു. പ്രിൻ്റ്-എഫ് എന്ന് പറയുമ്പോൾ വാല്യൂസ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നതിന് വേണ്ടിയാണ് പ്രിൻ്റ്-എഫ്. പക്ഷേ സ്കാൻ-എഫ് എന്ന് പറയുമ്പോൾ ഒരു വാല്യൂസിനെ റീഡ് ചെയ്യാൻ വേണ്ടിയാണ്. ഇവിടെ ക്യാരക്ടർ സ്ട്രിങ്ങിന് വേണ്ടി ക്യാരക്ടർ അരയും അതുപോലെ തന്നെ ഒരു ഇൻറ്റിജറും ഇവിടെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടെ സ്കാൻ-എഫിനകത്ത് %s സൂചിപ്പിക്കുന്നത് സ്ട്രിങ്ങും %d എന്ന് പറയുന്നത് ആ ഇൻറ്റിജർ ക്യാരക്ടർ iയെ സൂചിപ്പിക്കുന്നതുമാണ്. ഈ സ്കാൻ-എഫ് %f ഡബിൾ കോഡ്സിനകത്ത് %s, %d, ഡബിൾ കോഡ്സ് ക്ലോസിങ്, കോമ, അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് സ്ട്രിങ് ക്യാരക്ടർ str എന്ന് പറയുന്ന ആ ക്യാരക്ടർ, അതുപോലെ തന്നെ അടുത്തത് %i. അപ്പം ഇവിടെ നിങ്ങൾ നോക്കിക്കേ, str എന്ന് പറയുന്നത് ക്യാരക്ടർ ആയതുകൊണ്ടാണ് നമ്മൾ ചേർക്കാത്തത്. ഇൻറ്റിജറിനകത്ത് നമ്മൾ ചേർക്കുന്നുണ്ട്. നെക്സ്റ്റ് പ്രിൻ്റ്-എഫ് യുവർ എൻഡേഡ്. അപ്പം നമ്മൾ സ്കാൻ-എഫ് റീഡ് ചെയ്തതേ ഉള്ളല്ലേ, അപ്പോൾ ഇത് കമ്പ്യൂട്ടർ സ്ക്രീനിൽ കാണണമെങ്കിൽ നമ്മളത് പ്രിൻറ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് നമ്മൾ പിന്നെയും പ്രിൻ്റ്-എഫ് കൊടുത്തേക്കുന്നത്. എന്നിട്ട് യു എൻഡേഡ് /n എന്നതിന് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് നമ്മൾ കണ്ടായിരുന്നു അല്ലേ. ന്യൂ ലൈനിന് വേണ്ടിയാണ് /n യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് യു എൻഡേഡ് %s എന്ന് പറയുമ്പം എന്ന് പറയുന്ന ഒരു കൺവേർഷൻ ക്യാരക്ടറാണ്. ഒരു ഡാറ്റ ടൈപ്പിലെ അടുത്ത ഡാറ്റ ടൈപ്പിലേക്ക് കൺവേർട്ട് ചെയ്യുവാണ് ഈ പ്രിൻറ്റിങ് ചെയ്യുന്നതിലൂടെ ചെയ്യുന്നത്. അപ്പോൾ %s എന്ന് പറയുമ്പം s എന്ന് പറയുന്ന അതിലുള്ള ക്യാരക്ടറിനെ, s എന്ന് പറയുന്നത് എന്താ, സ്ട്രിങ് ക്യാരക്ടർ അല്ലേ, ആ സ്ട്രിങ് ക്യാരക്ടറിനെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ %s യൂസ് ചെയ്തത്. അതുപോലെ തന്നെ %d എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻറ്റിജർ ക്യാരക്ടറിനെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയാണ് %d യൂസ് ചെയ്തത്.
പിന്നെ ഡബിൾ കോട്ട്സ് ക്ലോസ് ചെയ്ത് str, i. അപ്പോൾ ഒരു printf എന്ന് പറയുമ്പം നമ്മൾ ഡബിൾ കോട്ട്സിനകത്ത് എന്താണോ നമുക്ക് എഴുതി കൊടുക്കേണ്ടത് പ്ലസ് നമുക്ക് ഏതൊക്കെ എക്സ്പ്രഷൻ അല്ലെങ്കിൽ വേരിയബിളിനെയാണ് എഴുതേണ്ടത്, str അതിൻ്റെ വാല്യൂസ് ശരിക്കുള്ള വേരിയബിൾ നെയിം എഴുതി കൊടുക്കുക, സെമിക്കോളൻ ഇടുക. അങ്ങനെയാണ് ഒരു printfനകത്ത് വാല്യൂസ് എഴുതുന്നത്. When the above code is completed and executed, it waits for you input some text. അപ്പോൾ നമ്മൾ ഈ കൊടുത്തേക്കുന്ന പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലും ക്യാരക്ടർ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടി കമ്പൈലർ വെയിറ്റ് ചെയ്യും. When you enter a text and press enter, then a program proceeds and reads input display as follows. അപ്പോൾ നമ്മൾ എന്തെങ്കിലും എഴുതി കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ഔട്ട്പുട്ടാണ് ഈ താഴെ തന്നേക്കുന്നത്. നമ്മൾ കൊടുത്തേക്കുന്ന വാല്യൂ 7,7 ആണെന്ന് വെച്ചോ അപ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നതും 7 അല്ലെങ്കിൽ 7 ആയിരിക്കും. അപ്പോൾ ഇതിനകത്ത് 7 എന്ന് പറയുന്ന ഫസ്റ്റ് ഒരു സ്ട്രിങ് വാല്യൂ, സെക്കൻഡ് ഒരു ഇൻറ്റിജർ വാല്യൂ ആണ് നമ്മൾ കൊടുത്തേക്കുന്നത്. Here it should be noted that scanf accept input in the same format as you provide %s and %d, which means you have to provide valid inputs like a string integer. If you provide string or integer, then it will be assumed as wrong input. Secondly, while reading a string, scanf stops reading as soon as it encounters a space. So this is a test or 3 strings of scanf. ഇപ്പോൾ സ്കാനഫ് എന്ന് പറയുന്നത് ഇതിനകത്ത് പറഞ്ഞേക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിവിടെ ഒരു സ്ട്രിങ് അല്ലെങ്കിൽ സ്ട്രിങ്ങും ഒരു ഇൻറ്റിജർ വേരിയബിളിനെയാണ് റീഡ് ചെയ്ത് ഡിസ്പ്ലേ ചെയ്തേക്കുന്നത്. ഇതിൻ്റെ സ്ഥാനത്ത് നമ്മൾ 2 സ്ട്രിങ് വേരിയബിൾസിനെയാണ് ഇപ്പം ഡിസ്പ്ലേ ചെയ്യുന്നതെങ്കിൽ ഒറ്റ വാല്യൂ ആയിട്ട് മാത്രമേ കൺസിഡർ ചെയ്യത്തുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഈസ് എ ടെസ്റ്റ് എന്ന് അടുപ്പിച്ച് സ്പേസ് ഒന്നും ഇല്ലാതെ അടുപ്പിച്ച് പ്രിൻറ്റ് ചെയ്ത് കിട്ടും നമ്മൾ സ്കാനഫിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ. 3 ക്യാരക്ടറായിട്ട് നമ്മൾ പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ /n കൊടുക്കണം, അല്ലെങ്കിൽ 3 printf സ്റ്റേറ്റ്മെൻറ്റ് എഴുതി കൊടുക്കണം, എന്നാലേ നമുക്ക് കിട്ടത്തുള്ളൂ. ഇവിടെ നമ്മൾ ആദ്യത്തെ സ്ട്രിങ്ങും രണ്ടാമത്തെ ഇൻറ്റിജർ ക്യാരക്ടറുമാണ് കൊടുത്തുകൊണ്ട് മാത്രമാണ് 7 എന്ന് വന്നേക്കുന്നത്. ഇപ്പം നമ്മൾ 2 സ്ട്രിങ് 7 കൊടുത്തെങ്കിൽ 7 എന്നുള്ളത് അടുപ്പിച്ച് വന്നേനെ, സ്പേസ് ഒന്നും ഇല്ലാതെ ഡയറക്റ്റ്ലി പ്രിൻറ്റ് ചെയ്ത് വന്നേനെ. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഇനി ഫോർമാറ്റഡ് ഔട്ട്പുട്ട്. The function printf is used to formatted output to standard output based on format specification. The format specification string along with the data to be output, the parameters to be printf functions. അപ്പം ഫോർമാറ്റഡ് ഔട്ട്പുട്ടിനെ എങ്ങനെയാണ് പ്രിൻറ്റ് ചെയ്യിപ്പിക്കുന്നതെന്നാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. ഒരു പ്രിൻറ്റഫിൻ്റെ ഫോർമാറ്റാണ് ഇവിടെ തന്നേക്കുന്നത്. അപ്പോൾ പ്രിൻറ്റഫ് ഫോർമാറ്റ് data1, data2 ഇങ്ങനെയാണ് സാധാരണ നമ്മൾ കൊടുക്കുന്നത്. ഇൻ ദിസ് സിൻടാക്സ് ഫോർമാറ്റ് ഈസ് ദ ഫോർമാറ്റ് സ്പെസിഫിക്കേഷൻ സ്ട്രിങ്. അപ്പം ഇത് നമ്മൾ ഫോർമാറ്റ് സ്പെസിഫിക്കേഷൻ പ്രിൻറ്റഫിനകത്ത് കൊടുത്തേക്കുന്ന ബ്രാക്കറ്റിന് നമ്മൾ ഫോർമാറ്റ് സ്പെസിഫിക്കേഷൻ സ്ട്രിങ് എന്നാണ് പറയുന്നത്. ദിസ് സ്ട്രിങ് കണ്ടെയ്ൻസ് ഫോർ ഈച്ച് വേരിയബിൾ ടു ബി ഔട്ട്പുട്ട് എ സ്പെസിഫിക്കേഷൻ ബിഗിൻസ് വിത്ത് % ഫോളോഡ് ബൈ ക്യാരക്ടർ കോൾഡ് കൺവേർഷൻ ക്യാരക്ടർ. ഇപ്പോൾ ഇവിടെ കൊടുത്തേക്കുന്ന %c എന്ന് പറയുന്നത് ഒരു കൺവേർഷൻ ക്യാരക്ടറാണ്. പിന്നെ കൊടുത്തേക്കുന്നത് ഈ സ്ട്രിങ്ങിനകത്ത് കൊടുത്തേക്കുന്നത് സ്പെസിഫിക്കേഷൻ സ്ട്രിങ് ആണ്. പിന്നെ കൊടുത്തേക്കുന്നത് നമുക്ക് ആവശ്യമുള്ള ഡേറ്റാസിനെയാണ്. ഇവിടെ എക്സാമ്പിൾ തന്നിട്ടുണ്ട് printf %c data1. ദ ക്യാരക്ടർ സ്പെസിഫൈഡ് ആഫ്റ്റർ %c is called a conversion character because it allows one data type to be converted to another type and printed. അപ്പം നമ്മൾ ഈ % എന്ന് പറയുന്നത് ഒരു കൺവേർഷൻ ക്യാരക്ടറിനായിട്ടാണ് സ്പെസിഫൈ ചെയ്തേക്കുന്നത്. അപ്പം ഒരു ഡാറ്റ ടൈപ്പിൽ നിന്ന് അടുത്ത അനദർ ടൈപ്പിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ %c സാധാരണ യൂസ് ചെയ്യുന്നത്. See the following table conversion meaning and their meanings. അപ്പം കൺവേർഷന് ഡി യൂസ് ചെയ്യുന്നത് ഡെസിമലിലേക്ക് ഡേറ്റ ഈസ് കൺവേർട്ടഡ് ടു ഡെസിമൽ ക്യാരക്ടറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സാധാരണ ഡി യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സിക്കകത്ത് കൺവേർട്ട് ചെയ്യുന്നതിനെ
നമ്മൾ ക്യാരക്ടറായിട്ട് തന്നെയാണ് എടുക്കുന്നത്. എസ് എന്ന് പറയുമ്പോൾ സ്ട്രിങ് ക്യാരക്ടറായിട്ട് അലോ ചെയ്തിട്ട് പ്രിൻറ്റഡ് ഇൻ നൾ ക്യാരക്ടർ ഈസ് റീച്ച്ഡ്. അപ്പം ഒരു നൾ ക്യാരക്ടർ റീച്ച് ചെയ്യുന്നതിന് മുമ്പുള്ള ക്യാരക്ടേഴ്സിനെ മുഴുവനും പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് എസ് എന്ന് പറയുന്ന കൺവേർഷൻ ക്യാരക്ടർ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എഫ്, ദ ഡേറ്റ ഈസ് ഔട്ട്പുട്ട് ആസ് ഫ്ലോട്ട് ഓർ ഡബിൾ വിത്ത് ഡീഫോൾട്ട് പ്രിസിഷൻ 6. അപ്പം നമ്മൾ ഫ്ലോട്ട് അല്ലെങ്കിൽ ഡബിളിന് വേണ്ടിയാണ് എഫ് യൂസ് ചെയ്യുന്നത്. പിന്നെ യൂസ് ചെയ്യുന്ന സിമ്പിൾസാണ് /n/t. അത് നമ്മളൊന്ന് കണ്ടായിരുന്നു. /n എന്ന് പറയുന്നത് ഒരു ന്യൂ ലൈനിന് വേണ്ടിയും /t എന്ന് പറയുന്നത് സ്പേസ് കൊടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ /t യൂസ് ചെയ്യുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. printf %c/n ഡേറ്റ. അപ്പം നമ്മൾ /n കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ, ന്യൂ ലൈനിലേക്ക് പ്രിൻറ്റ് ചെയ്ത് നമ്മുടെ ഔട്ട്പുട്ട് കിട്ടും. /n എന്ന് പറയുന്നത് ന്യൂ ലൈനിൽ പ്രിൻറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി. അപ്പം ഇവിടെ തന്നേക്കുന്ന എക്സാമ്പിളിനകത്ത് ഇത് ക്യാരക്ടർ ഈസ് എന്ന് പറയുന്നത് ആദ്യമേ വന്നിട്ട് ലാസ്റ്റ് അടുത്ത ലൈനിലാണ് ഡേറ്റ പ്രിൻറ്റ് ചെയ്ത് വരുന്നത്. ഇവിടെ സിമ്പിൾ ഡേറ്റ ടൈപ്സിൻ്റെ യൂസിനെ പറ്റി ഒരു സി പ്രോഗ്രാം തന്നിട്ടുണ്ട്. ഇവിടെ ആൽഫാബറ്റ് ക്യാരക്ടറിനെ ഡിസ്പ്ലേ ചെയ്യിക്കാൻ വേണ്ടി %c-യും ഇൻറ്റിജർ ക്യാരക്ടറിനെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ വേണ്ടി %d. /n കൊടുക്കുന്നത് എന്തിനാ, അടുത്ത ലൈനിൽ പ്രിൻറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് അല്ലേ. %c എന്ന് പറയുന്നത് പ്രിൻറ്റ് ചെയ്തു, അടുത്ത ലൈനിലായിരിക്കും പിന്നെ അടുത്ത നമ്പർ ഇൻറ്റിജർ ക്യാരക്ടർ പ്രിൻറ്റ് ചെയ്യുന്നത്. പിന്നെ അടുത്ത ലൈനിലായിരിക്കും ഫ്ലോട്ടിംഗ് പോയിൻ്റ് ക്യാരക്ടർ പ്രിൻറ്റ് ചെയ്ത് വരുന്നത്. ഇനി നമുക്ക് ഫോർമാറ്റഡ് ഇൻപുട്ട് എന്താണെന്ന് നോക്കാം. നമ്മൾ ഇൻപുട്ടിൻ്റെ ഫോർമാറ്റാണ്, ഔട്ട്പുട്ടിൻ്റെ ഫോർമാറ്റാണ് മുമ്പേ കണ്ടത്. അതുപോലെ തന്നെയാണ് ഇൻപുട്ടിൻ്റെ ഫോർമാറ്റും. ദ ഫങ്ഷൻ scanf ഈസ് യൂസ്ഡ് ഫോർ ഫോർമാറ്റഡ് ഇൻപുട്ട് ഫ്രം സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ആൻഡ് പ്രൊവൈഡ്സ് മെനി കൺവേർഷൻ ഫെസിലിറ്റീസ് ഓഫ് ദ ഫങ്ഷൻ printf. അപ്പം നമ്മളൊരു printf എന്ന് പറയുന്ന ഫങ്ഷന് മുമ്പിൽ ഒത്തിരി കൺവേർഷൻ ഫെസിലിറ്റീസ് അലോ ചെയ്തിട്ടാണ് പ്രിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യമേ ഒരു വാല്യൂസിനെ റീഡ് ചെയ്യുന്നു, സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഫയലിൽ നിന്ന് ഫോർമാറ്റ് ചെയ്തു, എന്നിട്ടാണ് നമുക്കൊരു ഫോർമാറ്റഡ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പം ഫോർമാറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻപുട്ടിൻ്റെ സിൻടാക്സ് ആണ് താഴെ കൊടുത്തേക്കുന്നത്. scanf ഫോർമാറ്റ് num1 ആൻഡ് num2. ഈ ഫോർമാറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഏത് വേരിയബിൾസ് ആണോ ഡിക്ലെയർ ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ ഫോർമാറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ num1 num2 എന്ന് പറയുന്നത് ഏതൊക്കെ വേരിയബിളിൻ്റെ ആക്ച്വൽ വാല്യൂസ് ആണോ കൊടുക്കേണ്ടത് അതിനെയാണ് നമ്മൾ num1 ആൻഡ് num2 എന്ന് പറയുന്നത്. The function scanf reads and converts character from the standard input depending on the format specification string and stores in the input memory location represented by other arguments num1 and num2. ഇതിനകത്ത് scanf എന്ന് പറയുന്ന ഫങ്ഷന് സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഫയലിൽ നിന്ന് കൺവേർട്ട് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കുവാണ്. നമ്മൾ ഏത് ടൈപ്പിലാണ് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത് അതിൽ ഇൻപുട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ തന്നേക്കുന്ന എക്സാമ്പിളിനകത്ത് ഒരു ഇൻറ്റിജർ അല്ലെങ്കിൽ ക്യാരക്ടർ നെയിമിനെയാണ് കാണിച്ചേക്കുന്നത്. ഇപ്പം നമ്മൾ ഇത് രണ്ടും %c %d യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ നെയിം ആൻഡ് റോൾ നമ്പർ യൂസ് ചെയ്താണ് നമ്മൾ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുമ്പം നമ്മളൊരു നെയിമിനെ അല്ലെങ്കിൽ റോൾ നമ്പറിനെ നമുക്ക് ഇൻപുട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയാണ് സ്കാനഫിനകത്ത് നമ്മൾ %c അതുപോലെ തന്നെ %d കൊടുത്തേക്കുന്നത്. ഇനി ഒരു പ്രോഗ്രാമിൻ്റെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. അപ്പം ഇത് ഒരു ഫങ്ഷൻ അക്സെപ്റ്റ് ചെയ്ത് ഇലമെൻറ്റ് നമ്പർ അല്ലെങ്കിൽ ഒരു പ്രോട്ടോണിൻ്റെ വെയ്റ്റിനെ ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പം നമ്മൾ ആദ്യമേ stdio.h conia.h ഈ 2 ഫയൽസ് ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ എന്തിനാണ് ഈ stdio.h എന്ന് പറയുന്നതും conia.h എന്ന് പറയുന്നതും ഹെഡർ ഫയൽസാണ്. പിന്നെ നമ്മൾ പറഞ്ഞായിരുന്നു മെയിൻ എന്ന് പറയുന്നത് അവിടെയാണ് പ്രോഗ്രാം എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇൻറ്റിജറായിട്ട് enum എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ ഡിക്ലെയർ ചെയ്തു. അതുപോലെ തന്നെ ഫ്ലോട്ടായിട്ട്
ഈ വെയിറ്റ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ ഡിക്ലെയർ ചെയ്യുന്നു. പിന്നെ പ്രിൻ്റ്-എഫിനകത്ത് നമുക്ക് എന്തൊക്കെയാണ് ആവശ്യം വേണ്ടത്, അപ്പം നമുക്ക് അറിയാൻ വേണ്ടി മാത്രം പ്രിൻ്റ്-എഫിനകത്ത് എൻ്റർ ദ എലമെൻറ്റ് നമ്പർ ആൻഡ് വെയിറ്റ് ഓഫ് പ്രോട്ടോൺ എന്നുള്ളത് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്ത് കിട്ടാൻ വേണ്ടിയാണ് പ്രിൻ്റ്-എഫ് യൂസ് ചെയ്തത്. അതുപോലെ തന്നെ താഴെ വന്ന സ്കാൻഎഫിനകത്ത് %d ഒരു ഇൻറ്റിജർ ക്യാരക്ടറിനെ അലോ ചെയ്യുന്നതിനും %f എന്ന് പറയുന്നത് ഒരു ഫ്ലോട്ടിംഗ് പോയിൻ്റ് ക്യാരക്ടറിനെ ചെയ്യുന്നതിനും വേണ്ടിയാണ് നമ്മൾ %f യൂസ് ചെയ്തേക്കുന്നത്. അപ്പം ഈ സിൻടാക്സിലായിരിക്കും ഒരു പ്രോഗ്രാം എഴുതേണ്ടത്. സ്കാൻഎഫ് ബ്രാക്കറ്റിനകത്ത് ഡബിൾ കോട്ട്സിനകത്ത് %d %f ഡബിൾ കോട്ട്സ് ക്ലോസിങ് കോമ %ഈ നമ്പർ കോമ ഈ വെയിറ്റ് സെമിക്കോളൻ. എപ്പോഴും ഒരു ലൈൻ എൻഡ് ചെയ്യുമ്പോൾ സെമിക്കോളൻ കൊടുക്കണം. പിന്നെ പ്രിൻ്റ്-എഫ്. ഇപ്പോൾ പ്രിൻ്റ്-എഫ് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യമേ ഇലമെൻറ്റിൻ്റെ നമ്പറാണ് പ്രിൻ്റ് ചെയ്യിക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ ബ്രാക്കറ്റിനകത്ത് ഡബിൾ കോട്ട്സിനകത്ത് ദ എലമെൻറ്റ് നമ്പർ ഈസ് ഈ നമ്പർ സെമിക്കോളൻ പ്രിൻ്റ്-എഫ്. ഇനി അടുത്തത് പ്രോട്ടോണിൻ്റെ വെയിറ്റ് ഡിസ്പ്ലേ ചെയ്യിക്കണം. അതിനുവേണ്ടി ഇത് വെയിറ്റ് ഓഫ് പ്രോട്ടോൺ കൊടുത്തേക്കുന്നത് നമ്മൾ %f അല്ലേ, അപ്പം %f കൊടുക്കുന്നു. അതുപോലെ തന്നെ ഈ വെയിറ്റ് കൊടുക്കുന്നു. പിന്നെ get_ch യൂസ് ചെയ്യുന്നു, റിട്ടേൺ 0. ഇങ്ങനെയാണ് ഒരു പ്രോഗ്രാം നമ്മൾ എഴുതുന്നത്. ഈ ക്ലാസ് നമ്മൾ സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഫയലും ഔട്ട്പുട്ട് ഫയലും കണ്ടു. ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കണ്ടു. ഒരു കംപ്ലീറ്റ് ആയിട്ട് ഒരു പ്രോഗ്രാം എഴുതുന്നത് എങ്ങനെയാണെന്ന് കണ്ടു. അപ്പം ഇനി നിങ്ങൾക്ക് കൂടുതൽ പ്രോഗ്രാമിൻ്റെ എക്സാമ്പിൾ തരുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം.